നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ഏലംകുളത്ത് റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ സമരത്തിൽ. ചെമ്മാട്ടപ്പടി പെരുമ്പറമ്പ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. ജലപദ്ധതിക്ക് വേണ്ടി പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനെ തുടർന്ന് പാടെ തകർന്നിരിക്കുകയാണിപ്പോൾ. വണ്ടി ദിവസവും ഓരോ പോക്കിലും കംപ്ലൈന്റ് ആയിക്കൊണ്ട് റോഡിന്റെ ആകെ കുണ്ടും കുറ്റിയായിട്ട് ഒരാഴ്ചയിൽ 3 വട്ടം നമുക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി. 2 വീലറിന്റെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 4 വീലർ 2 സൈഡും അപ്പുറം പിന്നെ കച്ചറ ഇത് കൂടെ പോണത്, കട്ടർ കൂടെ പോണത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു വണ്ടി അവിടുന്ന് ആ വണ്ടിക്ക് ഇറങ്ങി വരുന്ന വണ്ടി ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ കയറി വരുന്ന വണ്ടിക്ക് ആ വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള സ്ഥലമില്ല. ഈ റോഡിന്റെ അവസ്ഥ എല്ലാ ജനങ്ങൾക്കും കാണാം. ഇത് 2 വീലറല്ല, വലിയ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേ സമയത്ത് 2 വീലർ കയറി പോകാനോ ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ട്, ചില്ലറ ബുദ്ധിമുട്ടുള്ള നാട്ടുകാരുടെ പ്രതിഷേധം. ജനകീയ സമരം സിന്ദാബാദ്. ചെറുകര മുതുകുർശി റോഡിലെ ചെമ്മാട്ടപ്പടിയിൽ നിന്നും പെരുമ്പറമ്പ് കൂഴത്തറ വഴി പാലത്തോടിലേക്ക് നീളുന്ന റോഡ് പല ഭാഗങ്ങളിലായി തകർന്നിരിക്കുകയാണ്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡിലെ വശങ്ങളിൽ വൻകുഴികൾ എടുത്തിരുന്നു. പൈപ്പ് സ്ഥാപിച്ചിട്ടും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. തുടർന്നാണ് റോഡ് തകർന്നത്. ഏകദേശം ഒരു 2 വർഷത്തോളമായിട്ട് ഈ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പെരുമ്പറമ്പിലുള്ള ഈ വാട്ടർ ടാങ്ക് നിർമ്മാണത്തിന് വേണ്ടി വാട്ടർ ടാങ്ക് നിർമ്മിക്കുകയും അതിലേക്ക് പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ റോഡിൻ്റെ ഇരുവശവും കീറിയ ഒരു സാഹചര്യം ഉണ്ടായി. ഈ കീറിയ ഭാഗത്ത് പൈപ്പ് ലൈൻ ഇട്ട് വെറുതെ മണ്ണിട്ടങ്ങ് മൂടിപ്പോയി എന്നതിനപ്പുറം മറ്റു പ്രദേശങ്ങളിൽ ചെയ്ത പോലെ ഒരു റോഡ് നേരാക്കി പോകുന്നൊരു സാഹചര്യം ഉത്തരവാദപ്പെട്ട ആളുകൾ ചെയ്തിട്ടില്ല. 2 ഭാഗവും കീറിയതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം വലിയ ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്തെ ആളുകൾ. ഇതിൻ്റെ ഒരു 10-200-ലധികം വീടുകൾ ഉള്ളൊരു ഏരിയയാണ് ഈ പെരുമ്പറമ്പ് ചുറ്റുവട്ടങ്ങൾ. അപ്പോൾ അത്തരം ഭാഗത്തു നിന്നുള്ള, പ്രത്യേകിച്ച് അതുപോലെ കുഴന്തറ ഭാഗത്തു നിന്നൊക്കെയുള്ള ആളുകൾ ഈ റോഡിനെയാണ് ഈ ചെമ്മാട്ടപ്പടി, അതായത് നമ്മുടെ ഏലംകുളം മുതുകുർശി റോഡിനെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് എന്ന നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നത് ഈ റോഡിനെയാണ്. അപ്പം ഇതുവരെയും ഇത് നേരാക്കുന്ന ഒരു സാഹചര്യം ഈ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന്, അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. റോഡിലെ കുത്തനെ കയറ്റമുള്ള ഭാഗത്ത് നീളത്തിൽ വലിയ ഗർത്തങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഇതിനാൽ ഈ ഭാഗത്ത് വാഹനങ്ങൾക്ക് വശം ചേർന്നു പോകാൻ തന്നെ പ്രയാസമാണ്. പ്രദേശത്തുകാർ അനുഭവിക്കുന്ന ദുരിതം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്ന് പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാർ. റോഡിനോടുള്ള അവഗണനയ്ക്കെതിരെ പെരുമ്പറമ്പ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധയോഗവും നടത്തി. ഹുസൈൻ മുസ്ലിയാർ പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജലസ്രോതസ്സിന്റെ ആവശ്യത്തിന് വേണ്ടി, കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി റോഡിന് 2 ഭാഗം വെട്ടിപ്പൊളിച്ചപ്പോഴൊക്കെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത ജനങ്ങളാണ് ഈ പെരുമ്പറമ്പ്, പാലത്തോട് ചുറ്റുഭാഗത്തുള്ള ജനങ്ങളൊക്കെ. കാരണം അത് ജനങ്ങളുടെ ആവശ്യമാണ്. ആ ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ആവശ്യമായ സഞ്ചാരയോഗ്യമായ വഴി ശരിയാക്കി തരാന്നുള്ളതും അവരുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കാത്തത് കൊണ്ടാണ്, അത് നിറവേറ്റത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സമരത്തിലേക്ക് ഈ ജനങ്ങളെ നിങ്ങൾ തള്ളിവിട്ടത് എന്ന് നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. പെരുമ്പറമ്പ് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ റഹ്മാൻ ഏലംകുളം, കൺവീനർ സി ഉണ്ണീൻകുട്ടി, പി കെ ഷൗക്കത്തലി തുടങ്ങിയവർ സംസാരിച്ചു. ഉപയോഗിക്കുന്ന സ്കൂട്ടർ ഉപയോഗിച്ച് പോകുന്ന സ്ത്രീകൾ, ജോലിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന റോഡ്, ആ റോഡിന്റെ ശോചനീയാവസ്ഥ എത്രത്തോളം വെച്ചാൽ നന്നായിട്ട് ഡ്രൈവിംഗ് അറിയുന്ന ആൾക്കാർ പോലും ആ റോഡിൽ തെന്നി വീഴാനും അപകടം സംഭവിക്കാനും സാധ്യത ഏറെയാണ്. ഒരുപാട് കാലത്ത് സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷമാണ് ഈ റോഡ് നമുക്ക് കിട്ടിയത്. അതിനുവേണ്ടി ഒരുപാട് പേർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്.
അന്നും ഇതേമാതിരി സമരരംഗത്ത് ഈ പെരുമ്പറമ്പും പരിസര നിവാസികളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് പറയുന്നത് നമ്മളിവിടെ റോട്ടില് ഇപ്പൊ താൽക്കാലികമായിട്ട് നമ്മളൊരു ഉപരോധ സമരമല്ല, നമ്മുടെ ഒരു സൂചനാ സമരം മാത്രമാണിത്. റോഡ് ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ സ്കൂൾ വിദ്യാർത്ഥികളും രോഗികളും ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തുകാർ വലിയ ദുരിതത്തിലാണ്. കുടിവെള്ള പദ്ധതിക്ക് സമരസമിതി ഒരിക്കലും എതിരല്ല. എന്നാൽ ഏറെക്കാലമായി തകർന്നു കിടക്കുന്ന റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടി കൈക്കൊള്ളാത്ത ജനപ്രതിനിധികൾക്കും അധികൃതർക്കും എതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഇതേസമയം ചെമ്മാട്ടപ്പടി മുതൽ റോഡിൽ ചാൽ കീറിയ ഏതാനും മീറ്ററുകൾ ഭാഗത്ത് റോഡ് പഴയ സ്ഥിതിയിൽ ആക്കിയിരുന്നു. എന്നാൽ ഈ ഭാഗത്തും റോഡ് പൊട്ടിപ്പൊളിയുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഒരു 3-4 മാസം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 9.5 ലക്ഷം റുപ്യ പഞ്ചായത്ത് പാസ്സാക്കിയിട്ട് റോഡിൻ്റെ ഇരുവശം 2 സൈഡിൽ ചാല് കയറിയിട്ടുള്ള ഭാഗവും കുറച്ച് ഭാഗം റീടാറിങ്ങുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ വർക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം 2 മാസം കഴിഞ്ഞിട്ടില്ല, ആ റോഡ് ഫുള്ള് തകർച്ചയായി. അതിൽ വെള്ളം കെട്ടി നിൽക്കലും ഒരു ലോഡ് വണ്ടി അത് കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഡ് വണ്ടിയുടെ വീല് ഇതിലാണ് പോണത്, ആ സൈഡ് തകർന്നിട്ടുള്ള ഒരു സീനാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇത് കണ്ടിട്ടുള്ളവർക്കും എല്ലാവർക്കും അറിയാം, അധികൃതർക്ക് അറിയാം. അപ്പോൾ ഇതിന് ഞങ്ങൾക്കൊരു രാഷ്ട്രീയമല്ല, ഞങ്ങൾക്ക് 3 പേര് 4 പേര് നിൽക്കേണ്ടത്, ഞങ്ങൾ 3 രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ MLA ആയിട്ടുള്ളതും പഞ്ചായത്ത് ആയിട്ടുള്ളതും ഞങ്ങളെ വാർഡ് മെമ്പർമാരായിട്ടുള്ളതും ഏത് രൂപത്തിലും ഞങ്ങൾ അവരോട് ചർച്ച ചെയ്യാനും തയ്യാറാണ്. ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ എന്നുള്ള നിലവാരത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം നടത്തിയിട്ടുള്ളത്. ഇനിയും ചെമ്മാട്ടപ്പടി പെരുമ്പറമ്പ് റോഡിനോടുള്ള അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സമരം കണ്ടിട്ട് ഉത്തരവാദപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അധികാരി വർഗം എത്രയും വേഗം ഇതിന് ഫണ്ട് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചപ്പോൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇത് യാത്രാ ദുരിതത്തിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് അല്ലാത്ത പക്ഷം ഞങ്ങൾ ഈ സമരം അത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക്, അതുപോലെ MLAയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കും. ആ സാഹചര്യത്തിലേക്ക് ഞങ്ങളെ ഈ സമരത്തിനെ മാറ്റരുത് എന്നാണ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകളോട് പറയാനുള്ളത്.